ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പണിയാരം ഉണ്ടാക്കാം. നിങ്ങളൊക്കെ എന്താണ് ഇതിന് പേര് പറയൂ? ഞാനൊക്കെ ഇവിടെ പണിയാരം എന്നാണ് പറഞ്ഞത്. ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിലേക്ക് നാഴി അരി പച്ചരിയാണ് എടുക്കുന്നത്. അതിലൊരു 1/4 ഉഴുന്ന്, അതെല്ലാം കൂടെ നമുക്ക് 3 മണിക്കൂർ കുതിർത്താൻ വയ്ക്കാം. ഓക്കെ, കുതിർത്തിയ അരിയാണ്, 3 മണിക്കൂർ കുതിർത്തിയ അരിയാണ് കേട്ടോ. അത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് നൈസായിട്ട് അരയ്ക്കണം. അധികം വെള്ളം ഇല്ലാണ്ട് അരയ്ക്കണം. ഈ ഒരളവിന് മാത്രമേ വെള്ളം പാടുള്ളൂ. എന്നിട്ട് അത് നാളെ പുളിക്കാൻ വയ്ക്കണം. ഇത് പുളിച്ച മാവാണ്, പിറ്റേ ദിവസത്തെ പുളിച്ച മാവാണ് കേട്ടോ. ഇത്ര വെള്ളമേ പാടുള്ളൂ മാവിൽ. അതിലേക്ക് നമുക്ക് 2 സവാള, ഒരു പച്ചമുളക് വേണമെങ്കിൽ എടുത്താൽ മതി, കുട്ടികൾക്ക് പറ്റുമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ അതിൽ 3 തണ്ട് കരിവേപ്പിൻ്റെ ഇല. ഉള്ളിയെല്ലാം അരിഞ്ഞ് മാവിലേക്ക് മിക്സ് ചെയ്യാം. ഒരു കാര്യം മറന്നു, നമ്മൾ അരയ്ക്കുമ്പോൾ ഒന്നിച്ച് ഉപ്പിട്ടിട്ട് അരയ്ക്കണം, അത്യാവശ്യത്തിന് ഉപ്പ്. ഓക്കെ, എല്ലാം കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് കാരോലം വയ്ക്കാം. ഞങ്ങളിവിടെ ഇതിനെ കാരോലം എന്നാണ് പറയുക. അപ്പച്ചട്ടി എന്നും പറയും ചിലവർ. അതിലേക്ക് നമുക്ക് കുറേശ്ശെ എണ്ണ ഒഴിക്കാം. കുറേശ്ശെ മതി, അധികം ഒഴിക്കരുത്, കുറേശ്ശെ. എന്നിട്ട് അത് നമുക്ക് ചൂടായിട്ട്, നല്ല ചൂടാവണം കേട്ടോ. ചൂടായിട്ട് അതിലേക്ക് നമുക്ക് മാവ് കുറേശ്ശെ ഒഴിക്കാം. എല്ലാ കുഴിയിലേക്കും ഒഴിക്കാം. അല്ല, അധികം ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിക്കാവൂ. അധികം ഒഴിച്ചാൽ മറിച്ചിടുമ്പോൾ വേവാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറേശ്ശെ ഒഴിക്കുക. എന്നിട്ട് നമുക്കത് വെന്തിട്ട് ഒന്ന് നമുക്ക് മറിച്ചിടാം. ഒരു 5 മിനിറ്റ് ഒന്ന് വേവാൻ വയ്ക്കാം. അത് മറിച്ചിടാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത് ചുടുന്നനെ കഴിക്കാം. നമുക്ക് അതിലേക്ക് ഒന്നും വേണ്ട, വെറുതെ കഴിക്കാം. അത്രയും ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അത്. കുട്ടികൾക്ക് സ്നാക്സൊക്കെ അംഗനവാടിയിലേക്കോ സ്കൂളിലേക്കോ സ്നാക്സായിട്ടും കൊടുത്തു വിടാം. വിശപ്പും മാറും. പിന്നെ നമുക്ക് അതിലേക്ക് ചട്നി വേണം. ചട്നി വേണ്ടവർക്ക് ഉണ്ടാക്കാം. എനിക്ക് കുറച്ച് നാളികേരം, പൊട്ടുകടല, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് എല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. വേണ്ടവർക്ക് മാത്രം ചട്നി മതി, ചട്നി ആവശ്യമില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കുകയാണ് വേണ്ടവർക്ക് മാത്രം. അതിലേക്ക് ചട്നി, അധികം വെള്ളമില്ലാത്ത ചട്നിയാണ്, കട്ട ചട്നി. അതിലേക്ക് വറുത്തിടാം. കടുക്, മുളക്, കരിവേപ്പിൻ്റെ ഇല, ഉണക്കമുളകാണ്. ഇവിടെ കടുക് കുറച്ച് അധികം വേണം, അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത്. നിങ്ങൾക്ക് വേണ്ട കടുക് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പണിയാരും ചട്നിയായി. അത് ചൂടോടെ നമുക്ക് പ്ലേറ്റിലിട്ട് കഴിക്കാം. എല്ലാവർക്കും ഇതിഷ്ടമായാൽ കമൻറ്റ് ഇടണേ, ലൈക്കും ഇടണേ.